പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വചനഭാഗത്ത് ഉപ്പും വെളിച്ചവും എന്നിവയെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്നതുകൊണ്ട് രസം വരുത്തും. കാരമില്ലെങ്കിൽ എന്നതുകൊണ്ട് രസം വരുത്തും. ഉപ്പ് കാരമില്ലാതെ പോയാൽ നമുക്കത് ഒന്നിനും കൊള്ളിയേല. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, യേശു ശിഷ്യന്മാരുടെ കൂടെ 3.5 വർഷക്കാലം നടന്ന് ദൈവരാജ്യത്തെ കുറിച്ചെല്ലാം പ്രസംഗിച്ചും പഠിപ്പിച്ചും കഴിഞ്ഞ് യേശു താൻ ഏൽക്കേണ്ട ക്രൂശിത മരണത്തെ മുന്നിൽ മുഖാമുഖം കണ്ട് ശിഷ്യന്മാരോട് പറയുവാൻ ഇടവന്നു, ഞാൻ പോകേണ്ട സമയമായി. ശിഷ്യന്മാർ അതൊന്നും ശരിക്കും ഉൾക്കൊണ്ടില്ല. യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസ് താൻ കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്നിട്ട് ആ വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ച് കടന്നുപോയവർ വീണ്ടും അത് തിരിച്ചെടുത്ത് തിബിരിയോസിന്റെ കടൽ തീരത്ത് കടലിൽ വലവീശി രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടൊന്നും കിട്ടാതെ വരുന്ന ഒരു അന്തരീക്ഷത്തിൽ യേശു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. കൂടെയുള്ളപ്പോൾ അവർക്കൊന്നിനും കുറവ് ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, യേശു കൂടെ ഇല്ലാത്തപ്പോ പത്രോസിന് ഒന്നും കിട്ടാതെ വരുന്നൊരു അന്തരീക്ഷം കാണുന്നു. യേശു പത്രോസിനോട് പറഞ്ഞത്, നീ ആഴത്തിലേക്ക് വല ഇറക്കുവിൻ. വല നിറയെ മീനെ കിട്ടി. അവരുടെ കണ്ണ് നിറഞ്ഞു, അവരുടെ ഹൃദയം നിറഞ്ഞു, അവരുടെ ജീവിതം നിറഞ്ഞു. എന്നിട്ട് അവരോട് യേശു പറഞ്ഞ ഒരു കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. നിങ്ങൾക്ക് ആത്മീയമായ രുചി പകരുവാൻ, ആത്മീയമായ സ്വാദ് അനുഭവിക്കുവാൻ, മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ, സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ഇത് കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വരുമ്പോഴാണ്. ഭൂമിയുടെ ഉപ്പ് എന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്നതുകൊണ്ട് രസം വരുത്തുവോ? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യരാ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. എന്നിട്ട് യേശു അടുത്തത് പറഞ്ഞെന്താണെന്ന് അറിയാമോ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. കണ്ടോ, ഇവിടെ ഒരു ഉപ്പ് മറ്റുള്ളവർക്ക് രസം വരുത്തുന്നത് പോലെ വെളിച്ചം മറ്റുള്ളവരെല്ലാവരും കാണാനിട വരും. അത് മലമേൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു പട്ടണം പോലെയാകും നിന്റെ അകത്തുള്ള വെളിച്ചം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോഴാണ് നിന്റെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി, മറ്റുള്ളവർക്കൊരു ദൈവിക പ്രവൃത്തിയായി, അടയാളമായി, അത്ഭുതമായി മറ്റുള്ളവർ ദൈവത്തെ അനുഭവിക്കാൻ ഇടവരുന്നത്. നിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ലെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കടന്നു വരുന്നില്ലെങ്കിൽ, അതിന് കാരമില്ലാത്തൊരു ഉപ്പ് പോലെ മറ്റുള്ളവരാൽ ഫലമില്ലാതെ അല്ലെങ്കിൽ പ്രയോജനമില്ലാതെ നീ ചവിട്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്റെ കൂടെ ഉള്ളപ്പോ നീ എന്റെ കൂടെ നടന്നു, നീ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ഈ ആത്മീയ വരങ്ങളും കൃപകളും ദാനങ്ങളെല്ലാം തരുന്ന ഒരേ ഒരാൾ യേശു തന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് നൽകുന്നത്. ഇതില്ലാത്ത മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചവിട്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറയുക. 2, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറച്ചു വയ്പാൻ ആർക്കും കഴിയില്ല. കണ്ടോ, നിങ്ങളുടെ മേൽ ഉള്ളിലിരുന്നാൽ അത് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തും. എന്നിട്ട് വിളക്ക് കത്തിച്ച് പറയും കീഴിലോ തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. വിളക്ക് കത്തിച്ചാൽ അത് നിന്റെ ആത്മീയ ജീവിതം ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഭവനത്തിന്റെ അകത്ത് നീ ഒരു ആത്മീയനാണെന്ന് നീ തെളിയിക്കണം. അത് വീട്ടിലുള്ളവരെല്ലാവരും കാണണം. നിനക്കൊരു അഭിഷേകം കിട്ടി അല്ലെങ്കിൽ ദൈവകൃപ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അടക്കി വെക്കരുത്.
അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവിനെ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങളുടെ വെളിച്ചം എല്ലാവരുടെയും മുമ്പിൽ പ്രകാശിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മീയമായി നമ്മൾക്കൊരു വെളിച്ചം അഭിഷേകം കിട്ടിയാൽ അത് മറ്റുള്ളവരാൽ ചവിട്ടപ്പെട്ടു പോകാത്ത വണ്ണം പ്രയോജനമുള്ളതായി നമ്മൾ തീരണം. നമ്മൾക്കുള്ള പ്രകാശം മറ്റുള്ളവർ കാണേണ്ടതിന് നമ്മളൊരു മലമുകളിൽ ഇരിക്കുന്ന ഒരു പട്ടണമാണെന്ന് കാണണം. എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ കർത്താവിന്റെ ദൂതറിയിക്കുന്നവനാണ്, കർത്താവിന്റെ കൂടെ അവന്റെ സന്നിധിയിൽ ഇരിക്കുന്നവനാണെന്ന് തിരിച്ചറിയണം. അത് വീട്ടിലാകട്ടെ, പുറത്താകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, അത് വെളിപ്പെടാൻ കർത്താവ് ഇടയാക്കണം. ഈ അഭിഷേകം എന്നെ എന്ന വചന സന്ദേശം നിങ്ങൾ എല്ലാവരുടെ മേലും അത് അനുഗ്രഹമായി മാറ്റാൻ കർത്താവ് ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.